നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുരാതനമായ ചില ആത്മീയ സങ്കല്പങ്ങൾ, പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സ്മാർട്ട് ഫോണും, ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അതാണ്. നമ്മുടെ കയ്യിലുള്ള സോഴ്സ് മെറ്റീരിയൽ സംസാരിക്കുന്നത് ഡിജിറ്റൽ വസ്വാസായിൽ നിന്നുള്ള ആത്മീയ പ്രതിരോധങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇതാണ്. നമ്മൾ ഫോണും സോഷ്യൽ മീഡിയയും പിന്നെ ഈ AI അൽഗോരിതങ്ങളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ വസ്വാസ, അതായത് പൈശാചികമായ ദുർബോധനങ്ങൾ എന്ന ഇസ്ലാമിക സങ്കല്പത്തെ എങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ ഡിജിറ്റൽ ശീലങ്ങളെ തികച്ചും വ്യത്യസ്തമായൊരു കണ്ണിലൂടെ നോക്കിക്കാണാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? ഏറ്റവും കൗതുകകരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ജിന്നുകൾ പോലുള്ള അദൃശ്യ ജീവികൾക്ക് നമ്മുടെ ടെക്നോളജിയുമായിട്ട്, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ഇടപെടാൻ പറ്റുമോ? ശരിക്കും ഒരു ജിന്നിനൊരു AI ഹാക്ക് ചെയ്യാൻ പറ്റുമോ? ഇതൊരു ഗംഭീര ചോദ്യമാണ്. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ സോഴ്സ് അനുസരിച്ച് ഇതിന്റെ ഉത്തരം അതെ എന്നും അല്ല എന്നും പറയാം. ഓഹോ, അതെങ്ങനെ? ആദ്യം അല്ല എന്നു പറയാനുള്ള കാരണം ഞാൻ പറയാം. ഒരു ജിന്നിന് ഒരു ഡിജിറ്റൽ കോഡ് ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ പ്രവേശിക്കാനോ സർക്യൂട്ടുകൾ വഴി സഞ്ചരിക്കാനോ കഴിയില്ല. കാരണം അവരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഭൗതികമല്ല, ടെക്നിക്കലല്ല. ഒരു മിനിറ്റ്. അപ്പോൾ ജിന്നെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് വ്യക്തതയുണ്ടാകണമെന്നില്ല. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഇത് ഒരു തരം ഊർജ്ജരൂപമാണോ അതോ ചിന്തിക്കാൻ കഴിവുള്ളൊരു ജീവിയാണോ? നല്ല ചോദ്യമാണ്. ഖുറാനിക കാഴ്ചപ്പാടില് ജിന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യരെ പോലെ തന്നെ ബുദ്ധിയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുള്ള, എന്നാൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരുതരം സൃഷ്ടിയാണ്. അവർക്ക് നല്ല വേഗതയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട്. പക്ഷേ അവരുടെ അസ്തിത്വം അഭൗതികമാണ്. അതുകൊണ്ടാണ് ഒരു കമ്പ്യൂട്ടർ ചിപ്പിന്റെ ആ ഒരു ഫിസിക്കൽ ഘടനയിൽ അവർക്ക് നേരിട്ട് ഇടപെടാൻ കഴിയില്ലെന്ന് സോഴ്സ് പറയുന്നത്. ഓക്കേ, അപ്പം നമുക്കിതിനെ ഇങ്ങനെ കാണാം അല്ലേ? അതായത് യന്ത്രത്തിന്റെ ഉള്ളിൽ കയറുന്നൊരു പ്രേതമല്ല. അല്ല, ഒരിക്കലുമല്ല. പകരം ആ യന്ത്രം ഉപയോഗിക്കുന്ന ആളില്ലേ, അയാളുടെ ചെവിയിൽ വന്ന് മന്ത്രിക്കുന്ന ഒരാളെ പോലെ, ശരിയല്ലേ? അതെ, തികച്ചും. ആ ഉപമ വളരെ കൃത്യമാണ്. അവരുടെ സ്വാധീനം പരോക്ഷമാണ്, മനഃശാസ്ത്രപരമാണ്. ഇവിടെയാണ് ഉത്തരത്തിലെ ആ അതെ എന്ന ഭാഗം വരുന്നത്. അതായത് അവർക്ക് നേരിട്ട് AIയെ ഹാക്ക് ചെയ്യാൻ കഴിയില്ല, പക്ഷെ AIയെ ഉണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയും. സോഴ്സിലൊരു ഉദാഹരണം വളരെ ശക്തമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ബാങ്കിംഗ് ആപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമർ സമയക്കുറവ് കാരണം ഒരു സുരക്ഷാ പരിശോധന ഒഴിവാക്കാൻ അദ്ദേഹത്തിന് പെട്ടെന്നൊരു തോന്നലുണ്ടാവുന്നു. ഇതൊരു ചെറിയ കാര്യമല്ലേ, പിന്നീട് ശരിയാക്കാം എന്നൊരു ചിന്ത. ഇവിടെ ജിന്നു കോഡിംഗ് പഠിച്ചിട്ടല്ല വരുന്നത്, മറിച്ച് ആ മനുഷ്യന്റെ അലസതയെയും തിടുക്കത്തെയും ചൂഷണം ചെയ്യുകയാണ്. ഈ ചെറിയ തീരുമാനം പിന്നീട് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. ഇതാണ് പരോക്ഷമായ സ്വാധീനം. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഒരുമാതിരി പേടി തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകളുടെ കാര്യത്തിലോ? അവിടുത്തെ AI അൽഗോരിതങ്ങൾ നമ്മളെ മണിക്കൂറുകളോളം സ്ക്രീനിൽ പിടിച്ചിരുത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ. കൃത്യമായ പോയിന്റ്. ഇവിടെ AI എന്ന് പറയുമ്പോൾ നമ്മളൊരു ബോധമുള്ള യന്ത്രത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മുടെ ഇഷ്ടങ്ങളും ബലഹീനതകളും പഠിച്ച് നമ്മളെ കൂടുതൽ സമയം സ്ക്രീനിൽ പിടിച്ചിരുത്താൻ രൂപകൽപ്പന ചെയ്ത സങ്കീർണമായ അൽഗോരിതങ്ങളെയാണ്. അതായത് ഡോപ്പമിൻ ഹിറ്റുകൾ നൽകി നമ്മളെ അടിമയാക്കുന്ന സിസ്റ്റങ്ങൾ. അതെ. സോഴ്സ് പറയുന്നത് പിശാചിന്റെ വസ്വാസ അല്ലെങ്കിൽ ഈ ദുർബോധനം ഈ അൽഗോരിതങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കുന്നു എന്നാണ്. അൽഗോരിതം ഒരു ചൂണ്ട വെക്കുന്നു, ആ ചൂണ്ടയിൽ കൊത്താനുള്ള ഒരു ഉൾപ്രേരണ കൂടി കിട്ടുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ ആ കെണിയിൽ വീഴുന്നു. അപ്പൊ സ്വാധീനം മനുഷ്യരിലൂടെയാണ്, സർക്യൂട്ടുകളിലൂടെയല്ല. ഖുറാനിലെ ഒരു വാക്യം ഇത് വ്യക്തമാക്കുന്നുണ്ട്. അവൻ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നു എന്നാണ് പറയുന്നത്, കമ്പ്യൂട്ടറുകളിലല്ല. അപ്പൊ ശരി, സംഭവം സൈക്കോളജിക്കലാണെങ്കിൽ നമ്മളിതെങ്ങനെ തിരിച്ചറിയും? നമ്മൾ വെറുതെ ഫോൺ നോക്കുന്നതാണോ അതോ ഈ പറയുന്ന പോലെ ഒരു പുറത്തു നിന്നുള്ള കളി നടക്കുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങളുടെ കയ്യിലുള്ള ഈ കുറിപ്പുകളിൽ ഇതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതെ, ഇവിടെയാണ് ഈ ചർച്ച ശരിക്കും പ്രായോഗികമാകുന്നത്. ഈ ലക്ഷണങ്ങളെന്ന് പറയുന്നത് അമാനുഷിക സംഭവങ്ങളൊന്നുമല്ല, മറിച്ച് ഖുറാനിൽ പിശാചിന്റെ സ്വാധീനത്തെക്കുറിച്ച് വിവരിക്കുന്നതിന് സമാനമായ ചില ചിന്തകളും പെരുമാറ്റങ്ങളുമാണ്. സാധാരണ ദുശ്ശീലങ്ങളും ഈ സ്വാധീനവും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വഴികളാണ് സോഴ്സ് നൽകുന്നത്. നമുക്കിതിലൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ആദ്യത്തെ ലക്ഷണം, ഒരു കാരണവുമില്ലാതെ ഫോൺ തുടർച്ചയായി പരിശോധിക്കാനുള്ള പെട്ടെന്നുള്ള യുക്തിയില്ലാത്ത ഒരു പ്രേരണ.
സത്യം പറഞ്ഞാൽ ഞാനിത് എപ്പോഴും അനുഭവിക്കുന്നതാണ്. ഫോൺ താഴെ വെച്ച ഒരു 10 സെക്കൻഡ് കഴിയും മുമ്പേ ഒരു കാര്യവുമില്ലാതെ വീണ്ടും കയ്യിലെടുക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഒരു വ്യക്തി ആ പ്രവൃത്തി ചെയ്യുന്നതുവരെ ആവർത്തിച്ച് പ്രലോഭിപ്പിക്കുന്നു എന്ന ഖുറാനിക ആശയവുമായിട്ടാണ് സോസ് ഇതിനെ ബന്ധിപ്പിക്കുന്നത്. അതൊരു യുക്തിയില്ലാത്ത പ്രേരണയായിരിക്കും. അതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഇനിയുള്ളത് വളരെ രസകരമായ ഒന്നാണ്. സാങ്കേതികവിദ്യ നമ്മളെ ആവർത്തിച്ച് ഖേദകരമായ പെരുമാറ്റത്തിലേക്ക് നയിക്കുന്നു. ഉദാഹരണത്തിന്, വാട്സാപ്പിൽ ദേഷ്യത്തോടെ ഒരു മെസ്സേജ് അയച്ച ശേഷം ഞാൻ എന്തിനത് ചെയ്തു എന്ന് ചിന്തിക്കുന്നത്. സ്വന്തം മൂല്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു പ്രേരണയുണ്ടാവുകയും പിന്നീട് അതിൽ ഖേദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതെ, നിങ്ങളുടെ മൂല്യങ്ങളും പ്രവൃത്തികളും തമ്മിലുള്ള ആ ഒരു വിടവാണ് പ്രധാനം. ഈ ചട്ടക്കൂടനുസരിച്ച് പിശാച് ആദ്യം ആ പ്രവൃത്തിയെ ഭയങ്കര മനോഹരമായി കാണിക്കും. എന്നിട്ട് ആ വ്യക്തിയെ ഖേദത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യും. ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം വരുമ്പോൾ, ഉദാഹരണത്തിന് ഇന്റർനെറ്റ് ഒന്ന് സ്ലോ ആവുമ്പോൾ, നിയന്ത്രിക്കാനാവാത്ത ദേഷ്യം വരുന്നതും ഈ രീതിയുടെ ഭാഗമായി കാണാം. ചെറിയൊരു പ്രകോപനം, വളരെ വലിയ പ്രതികരണം. കുറിപ്പുകളിലെ ഓട്ടോമാറ്റിക് സ്ക്രോളിംഗ് എന്ന പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടു. ഒരു ബോധവുമില്ലാതെ റീൽസ് സ്ക്രോൾ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം എന്തിനാണ് ആപ്പ് തുറന്നതെന്ന് പോലും ഓർക്കാതിരിക്കുന്ന അവസ്ഥ. ഇതിനെ ഡിസോസിയേഷൻ പ്ലസ് വസ്വാസ എന്നാണ് സോഴ്സ് വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ ആ നിമിഷത്തിൽ അവിടെയില്ല. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും തട്ടിയെടുക്കപ്പെട്ടിരിക്കുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരൊറ്റ റീലെന്ന് കരുതി ഫോണെടുക്കുമ്പോൾ പിന്നെ സമയം നോക്കുമ്പോൾ പുലർച്ചെ 1 മണി. അതെ, ആ അനുഭവം വളരെ പ്രഖ്യമാണ്. ആ കാഴ്ചപ്പാടിൽ ഇതിന്റെ പ്രധാന ലക്ഷ്യം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങളെ മറപ്പിക്കുക എന്നതാണ്. ഇതൊരു ശ്രദ്ധ തട്ടിയെടുക്കലാണ്, ശരീരത്തെ കീഴടക്കലല്ല. നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് ഇത്തരം ശ്രദ്ധാശൈഥില്യങ്ങൾ കൂടുതലായി വരുന്നതെന്നും സോസ് പറയുന്നുണ്ട്. അതെങ്ങനെ? ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാനിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ നോക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അനാവശ്യമായി ബ്രൗസ് ചെയ്യാൻ തോന്നുന്നത്, ഇതൊക്കെ അതിന്റെ ലക്ഷണമാണ്. ഒരു മിനിറ്റ്, ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം ഒരു സാധാരണ ഫോൺ അഡിക്ഷന്റെ ഭാഗം തന്നെയല്ലേ? ഒരു ദുശ്ശീലമെന്ന് പറയാം. ഇതിനെ എന്തിനാണ് ഒരു ആത്മീയ തലത്തിൽ കാണുന്നത്? സാധാരണ സൈക്കോളജി പറയുന്നതും ഈ ഡോപ്പമൈൻ ലൂപ്പുകളെക്കുറിച്ചും ശ്രദ്ധാശൈഥില്യത്തെക്കുറിച്ചും ഒക്കെ തന്നെയല്ലേ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. രണ്ടും തമ്മിൽ വലിയ സാമ്യമുണ്ട്. എന്നാൽ സോഴ്സ് ഇവയെ വേർതിരിച്ചറിയാൻ വ്യക്തമായ 3 സൂചകങ്ങൾ, ഒരുതരം ലിറ്റ്മസ് ടെസ്റ്റ് നൽകുന്നുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. ഓക്കെ. 1, സമയം, ടൈമിംഗ്. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതായത് പ്രാർത്ഥന, പഠനം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ തുടങ്ങുമ്പോൾ, പ്രത്യേകമായി ഈ പ്രേരണകൾ ശക്തമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒരു സാധാരണ ശീലം എപ്പോഴും ഉണ്ടാകാം, പക്ഷേ ഇത് നല്ല കാര്യങ്ങളെ തടസ്സപ്പെടുത്താൻ ലക്ഷ്യം വെക്കുന്നതുപോലെ തോന്നുന്നുണ്ടോ? ശരി. രണ്ടാമത്തേത് 2, അനുഭവം, ഫീലിംഗ്. ഈ ഡിജിറ്റൽ ഉപയോഗത്തിന് ശേഷം നിങ്ങൾക്ക് മാനസികമായ സന്തോഷമാണോ അതോ ആത്മീയമായ ഖേദവും ഭാരവുമാണോ അനുഭവപ്പെടുന്നത്? ഒരു കുറ്റബോധം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. മൂന്നാമത്തേത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചകം. ഔദു ബില്ലാ പോലുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ഈ പ്രവണത തൽക്ഷണം നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിൽക്കൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു ശീലം പെട്ടെന്ന് നിൽക്കുമെന്നാണോ? അതൊരു അത്ഭുതമായി തോന്നുന്നു. സാധാരണ ശീലങ്ങൾ മാറ്റിയെടുക്കാൻ സമയമെടുക്കില്ലേ? സോഴ്സ് ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? അതൊരു വലിയ അവകാശവാദം തന്നെയാണ്. സോഴ്സ് പറയുന്നത് സാധാരണ മനഃശാസ്ത്രപരമായ ശീലങ്ങൾ ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാവില്ല. എന്നാൽ വസ്വസ എന്ന് പറയുന്നത് ഒരു ചിന്തയുടെ തുടർച്ചയാണ്, ഒരു പ്രേരണയാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന പ്രാർത്ഥനയുടെ അർത്ഥം ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു എന്നാണ്. ഇതൊരു പ്രതിരോധ കവചം പോലെയാണ് സോഴ്സ് ഇതിനെ കാണുന്നത്. ആ പ്രാർത്ഥന ചൊല്ലുന്ന നിമിഷം ആ പൈശാചികമായ ചിന്തയുടെ കണ്ണികൾ മുറിയുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഫോൺ എടുക്കാനുള്ള ശീലം പൂർണ്ണമായും മാറില്ലായിരിക്കാം, എന്നാൽ ആ നിമിഷത്തെ ആ യുക്തിയില്ലാത്ത ശക്തമായ പ്രേരണ ഇല്ലാതാകും. അതൊരു വലിയ തിരിച്ചറിയൽ മാർഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ലക്ഷണങ്ങളും സാധാരണ ദുശ്ശീലങ്ങളിൽ നിന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റും ചർച്ച ചെയ്തു. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ കുറിപ്പുകളിൽ വളരെ പ്രായോഗികമായൊരു ടൂൾ കിറ്റ് തന്നെ ഉണ്ടല്ലോ.
ഫോണിനൊരു ആത്മീയ ഫയർവാൾ പോലെ. തീർച്ചയായും. ഇതിൽ ഏറ്റവും ലളിതമായ മാർഗം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത തൽക്ഷണ വിരാമം അല്ലെങ്കിൽ ദി ഇൻസ്റ്റന്റ് പോസ് എന്നതാണ്. ആ യുക്തിയില്ലാത്ത പ്രേരണ തോന്നുമ്പോൾ തന്നെ ഫോൺ എടുക്കുന്നതിനു മുമ്പ് ഒന്ന് നിർത്തി ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. ഇത് ആ ചിന്തകളുടെ ശൃംഖലയെ മുറിക്കാൻ സഹായിക്കുമെന്ന് സോഴ്സ് പറയുന്നു. ഇതൊരു പ്രാർത്ഥന എന്നതിലുപരി ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്ന മാനസികമായ ഒരു ഉപകരണം കൂടിയാണ്. ഒരു കോഗ്നിറ്റീവ് പാറ്റേൺ ഇന്ററപ്റ്റ് എന്ന് പറയാം. ഡിജിറ്റൽ വുദു എന്ന ആശയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ആപ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ഒരു 2 സെക്കൻഡ് നേരത്തെ ആലോചന. ഇത് കുറച്ചുകൂടി വിശദീകരിക്കാമോ? വുദു അല്ലെങ്കിൽ അംഗശുദ്ധി വരുത്താറുണ്ടല്ലേ? അതെ. അതുപോലെ ഡിജിറ്റൽ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് ഞാൻ എന്തിനാണ് ഈ ആപ്പ് തുറക്കുന്നത്, ഇതിൽ നിന്ന് എനിക്കെന്തു പ്രയോജനമാണ് വേണ്ടത് എന്നൊരു നിമിഷം സ്വയം ചോദിച്ച് മാനസികമായി ഒരുങ്ങുന്നതിനെയാണ് സോഴ്സ് ഡിജിറ്റൽ വുദു എന്ന് വിളിക്കുന്നത്. ഇതൊരു ബോധപൂർവമായ തയ്യാറെടുപ്പാണ്. ഇത് നമ്മളെ എടുത്തുചാട്ടത്തിൽ നിന്ന് ബോധപൂർവമായ തീരുമാനത്തിലേക്ക് മാറ്റുന്നു. അതാണ് ഇതിന്റെ കാതൽ. പിശാചെടുത്തുചാട്ടത്തിലാണ് ശക്തി പ്രാപിക്കുന്നതെന്ന് സോഴ്സ് പറയുന്നു. ഒരു ചെറിയ ഇടവേള നിങ്ങളുടെ ബോധമനസ്സിനെ ഉണർത്തുന്നു. അതവന്റെ ദൗർബല്യമാണ്. അവൻ ചിന്തിക്കാതെയുള്ള പ്രേരണകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, ചിന്തിച്ചുള്ള തിരഞ്ഞെടുപ്പുകളെയല്ല. ആ 2 സെക്കൻഡ് വിടവ് നിങ്ങളുടെ നിയന്ത്രണം തിരികെ നൽകുന്നു. അടുത്തത് വളരെ പ്രായോഗികമായ ഒരു തന്ത്രമാണ്. വികാരങ്ങളെ അടിസ്ഥാനമാക്കി ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി ഉപയോഗിക്കുക. ഇതൊരു ഡയറ്റ് പ്ലാൻ പോലെയാണ്. വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് തീരുമാനിക്കുന്നതിന് പകരം ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ ഭക്ഷണം കഴിക്കും എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നത് പോലെ. അതുപോലെ എനിക്ക് ബോറടിക്കുന്നു, കുറച്ച് സ്ക്രോൾ ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ജോലി തീർന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ഞാൻ മെസ്സേജുകൾ നോക്കും എന്ന് തീരുമാനിക്കുക. ഇത് വികാരങ്ങളെ സമവാക്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. കാരണം നമ്മൾ ഏറ്റവും ദുർബലരായിരിക്കുമ്പോഴാണല്ലോ ഈ കെണിയിൽ വീഴുന്നത്. വളരെ ശരിയാണ്. വിശപ്പ്, ദേഷ്യം, ഏകാന്തത, വിരസത തുടങ്ങിയ വൈകാരികമായി ദുർബലമായ നിമിഷങ്ങളിലാണ് ആളുകൾ ഡിജിറ്റൽ കെണികളിൽ വീഴുന്നതെന്ന് സോഴ്സ് എടുത്തു പറയുന്നുണ്ട്. അത്തരം സമയങ്ങളിൽ ഫോൺ ഉപയോഗിക്കുന്നതിന് കർശനമായ നിയമങ്ങൾ വെക്കുന്നത് ഈ സ്വാധീനത്തെ പൂർണ്ണമായും തടയാൻ സഹായിക്കും. കാരണം ഈ ചട്ടക്കൂടനുസരിച്ച് പിശാചിന് ഷെഡ്യൂളുകളെ സ്വാധീനിക്കാൻ കഴിയില്ല, വികാരങ്ങളെ മാത്രമേ. ആ ബോണസ് ആയുധങ്ങൾ കൂടി പരാമർശിക്കേണ്ടതുണ്ട്. ഇരിക്കുന്ന രീതി മാറ്റുന്നത്, കിടക്കുകയാണെങ്കിൽ എഴുന്നേറ്റിരിക്കുക, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്നത്. ഒരു മാനസിക കെട്ടുപാടിൽ നിന്ന് പുറത്തുവരാനുള്ള ലളിതമായ ശാരീരിക മാറ്റങ്ങൾ. ഈ പ്രേരണകൾ തോന്നുമ്പോൾ ശാരീരികമായി ഒന്ന് മാറിയാൽ ആ മാനസികാവസ്ഥയും മാറുമെന്ന് സോഴ്സ് പറയുന്നു. ഇത് വളരെ പ്രായോഗികമായൊരു ഉപദേശമാണ്. അതെ. കൂടാതെ നിങ്ങളുടെ ഫോണിനെ തന്നെ ഒരു ആത്മീയ സുരക്ഷിത ഇടമാക്കി മാറ്റാനും സോഴ്സ് ഉപദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ ആയത്തുൽ കുർസി പോലുള്ള ഖുർആൻ വാക്യങ്ങൾ വെക്കുക. ഹോം സ്ക്രീനിൽ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തൽ വെക്കുക. നിങ്ങളിൽ അനാവശ്യമായ പ്രലോഭനങ്ങളോ അസൂയയോ ഉണ്ടാക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുക. ഫോണിന്റെ ഹോം സ്ക്രീൻ ഒരു കെണിയായി മാറുമ്പോഴാണ് അത് അപകടകരമാവുന്നത്. അതിനെ ഒരു ഓർമ്മപ്പെടുത്തലിന്റെയും പ്രചോദനത്തിന്റെയും ഇടമാക്കി മാറ്റുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയെ നമുക്കൊന്ന് ചുരുക്കി പറയാം. ജിന്നുകളും AI-യും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി. അതൊരു നേരിട്ടുള്ള ടെക്നിക്കൽ ഹാക്കിംഗ് അല്ല, മറിച്ച് ഉപയോക്താവിന്റെ മനഃശാസ്ത്രത്തെയും ദൗർബല്യങ്ങളെയും ചൂഷണം ചെയ്യുന്ന ഒരു പരോക്ഷ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കി. നമ്മുടെ ദൈനംദിന ടെക്നോളജി ഉപയോഗത്തിലെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ, അതായത് യുക്തിയില്ലാത്ത പ്രേരണകൾ, ഉപയോഗത്തിനു ശേഷമുള്ള ഖേദം, പ്രത്യേക സമയങ്ങളിലെ ശ്രദ്ധാശൈഥല്യം എന്നിവ തിരിച്ചറിഞ്ഞു. ഇതിനെ സാധാരണ ദുശ്ശീലങ്ങളിൽ നിന്ന് എങ്ങനെ വേർതിരിക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്തു. ഒടുവിൽ അതിനെ പ്രതിരോധിക്കാനുള്ള തൽക്ഷണ വിരാമം, ഡിജിറ്റൽ വുദു, സാഹചര്യങ്ങൾക്കടിസ്ഥാനമാക്കിയുള്ള ഉപയോഗം തുടങ്ങിയ പ്രായോഗികവും ആത്മീയവുമായ ഒരു കൂട്ടം മാർഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതിലെ പ്രധാന തത്വം ഇതാണ്: എടുത്തുചാട്ടം, ശ്രദ്ധാശൈഥില്യം, വൈകാരിക ദുർബലത എന്നിവയിൽ നിന്നും മാറി അവബോധം, ഇടവേളകൾ, ചിട്ട, ഉദ്ദേശശുദ്ധി എന്നിവയിലേക്ക് മാറുമ്പോൾ ഈ സ്വാധീനത്തെ മറികടക്കാൻ കഴിയും. ശരിയാണ്. ഇത് നിങ്ങളുടെ ശ്രദ്ധയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കുന്നതിനെക്കുറിച്ചാണ്. ടെക്നോളജിയെ ഒരു ശത്രുവായി കാണുന്നതിനു പകരം അതിനെ ബോധപൂർവം ഉപയോഗിക്കാൻ പഠിക്കുന്നതിനെക്കുറിച്ചാണ് ഈ സോഴ്സ് സംസാരിക്കുന്നത്. അതെ,
നിങ്ങൾക്കായൊരു ചിന്ത നൽകി നമുക്ക് അവസാനിപ്പിക്കാം. ഈ സോഴ്സ് മെറ്റീരിയൽ മുഴുവനും പ്രതിരോധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഈ ദുർബോധനങ്ങളെ തടയുന്നതിനെക്കുറിച്ചും ഒരാത്മീയ ഫയർവാൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും. ഇത് നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഇതിന്റെ മറുവശം എന്തായിരിക്കും? വെറുമൊരു പ്രതിരോധ കോട്ടയായി നിർപ്പാതെ നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തെ ആത്മീയ വളർച്ചയും അറിവും സജീവമായി പരിപോഷിപ്പിക്കുന്ന ഒരിടമാക്കി, ഒരുതരം ഡിജിറ്റൽ പ്രാർത്ഥനാമുറിയാക്കി എങ്ങനെ മാറ്റിയെടുക്കാം?